ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ആട്ടയുടെ ഹൽവയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ആട്ടയും കൊണ്ട് ചപ്പാത്തിയും പൂരി അല്ലാതെ അതിൻ്റെ ഹൽവ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന ആട്ടയില്ലേ, ആ സെയിം ആട്ടയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ ഗുരുദ്വാരയ്ക്ക് പോവുകയാണെങ്കിൽ സെയിം ഇതുപോലെ തന്നെ പ്രസാദം കിട്ടുന്നത് കേട്ടോ കഴിക്കാൻ. ഇതിന് കടാ പ്രസാദ് എന്നും പറയാം, അല്ലെങ്കിൽ ആട്ടയുടെ ഹൽവ എന്നും പറയാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഏറ്റവും ആദ്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടോരി അളവിനെടുക്കുക. എല്ലാം സാധനങ്ങളും ആ കട്ടോരി അളവിന് തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു കട്ടോരി ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു കട്ടോരി ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് രണ്ടും കൂടെ ആദ്യം നെയ്യ് ചൂടാക്കാനായിട്ട് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ആഡ് ചെയ്യാനാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ആട്ട ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ എത്ര നിങ്ങൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആണെന്ന് വെച്ചാൽ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആട്ട നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കണം. തെറിയൊന്നും പിടിക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ആട്ട എത്ര പെർഫെക്റ്റായിട്ട് നന്നായിട്ട് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തേക്ക് അത് വറുത്തെടുക്കുന്നത് അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹൽവയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ഹൽവയൊക്കെ കഴിച്ചിട്ടാണ്, പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നല്ല പെർഫെക്റ്റ് റെസിപ്പി, നല്ല ഹെൽത്തി റെസിപ്പി അത്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ ഇത് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, പക്ഷേ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കട്ട വീഴാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതേ നേരം അതിൻ്റെ മൊത്തം ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും. അതാണെങ്കിൽ ടേസ്റ്റും കൊള്ളത്തില്ല. പിന്നെ ഒരു വെള്ളം ചവയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് ഏത് കട്ടോരിക്ക് നമ്മൾ ആട്ട എടുത്തേക്കുന്നത് വെച്ചാൽ ഒരു കട്ടോരി ആട്ട എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകരം നമുക്ക് 2 കട്ടോരി വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തേലും കളർ ആട്ടയുടെ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടി ഡാർക്കിഷ് കളർ ആവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. അത്രയും നേരം നമ്മൾ ആട്ടയുടെ ഈ പാകത്തിനായി കിട്ടും. ഇത്രയും മതി കേട്ടോ. ഇനി ഏത് കട്ടോരി നമ്മൾ ആട്ട എടുത്തേക്കണം ആ കട്ടോരിക്ക് ഒരു കട്ടോരി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര ആണെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നമ്മളിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, അതിനകത്ത് നമുക്ക് ഒരു കട്ടോരി നമുക്കാണെങ്കിൽ ശർക്കര ഇട്ടിട്ട് അത് ഇതുപോലെ തന്നെ പാവ് കാച്ചി വെള്ളം പിന്നെ അതാണെങ്കിൽ അരിച്ചിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര കടാ പ്രസാദ് എന്ന് പറഞ്ഞാൽ ഗുരുദ്വാര കിട്ടുവാണെങ്കിൽ അവർ പഞ്ചാരയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കല്, വെള്ളമൊക്കെ തെറിക്കാനും നമുക്ക് ദേഹമൊക്കെ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം വേണം ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ മിക്സ് ആക്കുക, അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കണ്ടോ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കാണ് നല്ലൊരു അടിപൊളി കളറും കാണാൻ നല്ല നമുക്കൊരു ടെംപ്റ്റിങ് കാണാനൊക്കെ ലുക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണം. നല്ല യമ്മി ഹൽവ, നല്ല മക്കൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നു പോകും കേട്ടോ. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അതേ കണ്ടില്ല, ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പക്ഷേ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നാണെങ്കിൽ അടുക്കി പിടിക്കാനും കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ട് നന്നായി സൈഡിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ അതാണ് അണ്ടിപ്പരിപ്പ് വറുത്തോ മുന്തിരിങ്ങ വറുത്തോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഗുരുദ്വാര കിട്ടുന്ന പ്രസാദത്തിനാണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലയ്ക്ക ഒന്നും ഇടാറില്ല. അതുകൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂട്ടാനാണെങ്കിൽ ഏലക്ക പൊടിച്ചതോ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നെയ്ക്കകത്തൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തേ. പിന്നെ ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചില്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷൈനിങ് ലുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു അതിന് കാണാൻ തന്നെ ഒരു നല്ലൊരു ലുക്ക് വരുന്നിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ട കടായിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് നെയ്യൊന്ന് ഇത് ഇറങ്ങി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് പറയണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. മക്കൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതേ സൈഡിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കടാ പ്രസാദ് അല്ലെങ്കിൽ പിന്നെ ആട്ടയുടെ ഹൽവ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നാളെ വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.